ഹലോ ഹായ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കർക്കിടക മാസമാണെന്ന് അറിയാലോ എല്ലാവർക്കും. അപ്പം കർക്കിടക മാസത്തിന് കുറച്ച് ഇമ്പോർട്ടൻസും, അതായത് കർക്കിടക മാസത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്കും യൂസസ് ആയ കാര്യങ്ങളുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ നമുക്ക് നോക്കിയാലോ. അപ്പം കർക്കിടക മാസം മെയിനായിട്ട് രാമായണ മാസം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഈ രാമായണ മാസം നിങ്ങളെല്ലാവരുടെയും വീട്ടിൽ, അതായത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെയാണ് കൂടുതലും രാമായണമൊക്കെ വായിച്ചിരുന്നത് അല്ലേ. ഇപ്പം പിന്നെ എല്ലാവരും രാമായണം വായിക്കാറുണ്ട്. എൻ്റെ വീട്ടിലും അമ്മയൊക്കെ രാമായണം വായിക്കുന്നുണ്ട്. അപ്പം ഈ കർക്കിടക മാസത്തിൽ രാമായണ മാസം എന്നറിയപ്പെടാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് കർക്കിടകം എന്ന് പറയുന്നത് മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത്, അതായത് ആരോഗ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് കർക്കിടക മാസം ഇരിക്കുന്നത് കേട്ടോ. അതായത് ഈ മാസം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെൽത്താണ്, അതായത് ആരോഗ്യം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ലൈഫ് ലോങ് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കർക്കിടക മാസം പണ്ടൊക്കെ ആണെങ്കിൽ പഞ്ഞമാസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് പണ്ട് അറിയാലോ, എല്ലാവരും കൃഷിക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ. അത് അവർക്ക് നമ്മളെപ്പോലെ മന്ത്ലി സാലറിയോ ഒന്നും ഇല്ലായിരുന്നു. അന്നന്ന് വല്ലതും ചെയ്താൽ അവർക്ക് ഭക്ഷിക്കാം, ആ ഒരു രീതിയായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പം കൃഷിയാണ് അവരുടെ മെയിൻ, അറിയാലോ. അപ്പം പക്ഷേ ഈ കർക്കിടകം എന്ന് പറയുമ്പോൾ ഭയങ്കര മഴയാണ്, മഴമാസമാണ് കർക്കിടക മാസം. അപ്പം ഈ മഴ പെയ്യുന്ന ടൈമിൽ എന്താ നിർത്താതെ മഴയാണ് പെയ്യുന്നത്. അപ്പം ആ സമയത്താണ് ഒരുപാട് രോഗങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നത്. പിന്നെ അന്നത്തെ ആൾക്കാർക്ക് മഴ പെയ്ത കൃഷി വല്ലതും പോയി പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, മഴ നനഞ്ഞ്. അപ്പോഴാണ് അവർ വീട്ടിൽ തന്നെ ഇരിപ്പാവും. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, ആരും പണിക്കൊന്നും വിളിക്കത്തൂല, ഇനി മഴയായിരിക്കുമല്ലോ. അപ്പം വീട്ടിൽ, അതുകൊണ്ടാണ് ദാരിദ്ര്യമാസം എന്നറിയപ്പെടുന്നത്. പണിക്കൊന്നും പോവാതെ മനുഷ്യരൊക്കെ ആകെപ്പാട് പട്ടിണിയും ദാരിദ്ര്യമായിട്ട് കഴിഞ്ഞിരുന്ന കാലമായിരുന്നു പണ്ടൊക്കെ കർക്കിടക മാസം. അപ്പം ആ സമയത്ത് രാമായണം, അപ്പം രാമന്റെ കഥകളല്ലേ, അപ്പം രാമായണം വായിക്കുക, അത് ഭക്തിയായിട്ട് രാമായണം വായിക്കുക, പ്രാർത്ഥനയും ഭക്തിയും. കാരണം വെച്ചാൽ ഈ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്ന ആൾക്കാരുടെ പൈസയൊന്നുമില്ല അന്നത്തെ കാലത്ത്. അപ്പം അങ്ങനത്തെ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ, കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് ആൾക്കാർ രാമായണം വായിക്കുമായിരുന്നു ആ മാസത്തിൽ. ഭക്തിസാന്ദ്രമായ മാസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനായിരുന്നു അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നു. പക്ഷെ ഇന്ന് കുറച്ച് അത്രയും പണ്ടത്തെ കാലത്ത് അത്രയും മഴയൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ലല്ലേ. പിന്നെ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അത്രയും പട്ടിണിയും ദാരിദ്ര്യമൊന്നും കുറവില്ല, എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നതാണ് അല്ലേ. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് ആൾക്കാർ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യുമായിരുന്നു, അതായത് അവർക്ക് അസുഖമൊന്നും വരാതിരിക്കും. കൂടുതലും പറയുവാണെങ്കിൽ കർക്കിടക കഞ്ഞി അല്ലേ, ഔഷധക്കഞ്ഞിയാണ്. പിന്നെ ആയുർവേദത്തിലേക്കാണ് കൂടുതലും ആൾക്കാർ അന്ന് ചൂസ് ചെയ്യുന്നത്. കാരണം എണ്ണ തേച്ച് കുളിയ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു അന്ന് ഫോളോ ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതായത് ഇപ്പം എനിക്ക് എൻ്റെ പ്രഗ്നൻസി ആയിരുന്ന സമയത്ത്, അതായത് 2024 കൊച്ചുണ്ടായത് കേട്ടോ, നവംബറിലാണ് കുട്ടി ഉണ്ടായത്. അപ്പം ആ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ, പ്രഗ്നൻസി സമയത്ത് ഞാൻ കൂടുതൽ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം അന്ന് നമുക്ക് കെമിക്കൽ സാധനങ്ങളൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്തിരുന്നു, എൻ്റെ മൈൻഡൊക്കെ പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ. കർക്കിടക മാസം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഷെയർ ചെയ്യാവേ. അതായത് മെയിനായിട്ട് ഞാൻ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് ജോലിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബിസി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പം അതൊന്നും ഫോളോ ചെയ്യാൻ ടൈം കിട്ടാറില്ല. ഞാൻ അപ്പം ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് മെയിനായിട്ട് നമ്മുടെ മൈൻഡ് നല്ല പോസിറ്റീവായിട്ട് വെക്കുക കേട്ടോ കർക്കിടക മാസത്തിൽ. അങ്ങനെ വെക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതായത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക കേട്ടോ, എണ്ണ തേച്ച് വേണം കുളിക്കാനായിട്ട്. അതായത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എണ്ണ തേച്ച് കുളിക്കുക. കാരണം നമുക്ക് ഓഫീസിലൊന്നും പോകണ്ടല്ലോ. നന്നായിട്ട്
എണ്ണ തേക്കുക. അതും ആയുർവേദ എണ്ണയില്ലേ, കാച്ചി എണ്ണ, അതൊക്കെ ഭയങ്കര ബെനിഫിറ്റാണ് നമ്മുടെ ഹെൽത്തിനും മുടിക്കുമൊക്കെ. കാച്ചി എണ്ണയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം കാച്ചി എണ്ണ എന്തായാലും തേച്ച് ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ, വെളുപ്പിനൊക്കെ കുളിക്കുവാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുക. കാരണം തണുപ്പ് മഴയൊക്കെ ആണല്ലോ, അപ്പം തണുപ്പൊക്കെ ആയിരിക്കും. അപ്പം കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുറച്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം കുളിക്കാനായിട്ട്. പിന്നെ താളിയൊന്നും അധികം തേക്കരുത്. താളിയൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ആ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നു. അപ്പം എൻ്റെ മൈൻഡ് ഭയങ്കര പോസിറ്റീവായിരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റ് കുളിയും ഈ എണ്ണ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ രാമായണം വായിക്കണം നിങ്ങൾ. പിന്നെ കുറച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക വിളക്കൊക്കെ കത്തിച്ച്. അപ്പം തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കര റിഫ്രഷിങ് ആവും. പിന്നെ ഈ ഞാനൊക്കെ യൂസ് ചെയ്യുന്ന എണ്ണ എന്ന് വെച്ചാൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എന്ന് പറഞ്ഞ് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയുർവേദ ഫാർമസിയിൽ പോയിട്ട് നമ്മുടെ ദേഹത്ത് തേക്കുന്ന നാൽപ്പാമരം എണ്ണയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ എണ്ണകളൊക്കെ വാങ്ങിക്കുക. അതിനുശേഷം ഡോക്ടറെ സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് കർക്കിടക മാസത്തിൽ നിങ്ങൾ എണ്ണ തേച്ച് കുളി ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആവാനായിട്ട് ധാരാളം വെള്ളം കുടിക്കണം, അത് വേറെ കാര്യം. പക്ഷേ എണ്ണ നന്നായിട്ട് തേച്ച് വേണം കുളിക്കാനായിട്ട് കേട്ടോ. അപ്പം തന്നെ നമുക്കൊരു സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയി സൂപ്പർ ആവും കേട്ടോ. പിന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ടൈമിൽ ഇപ്പം കർക്കിടകത്തിൽ പ്രഗ്നൻസി ഒക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഈ ഷെയർ ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം രാവിലെ തന്നെ. അപ്പം തന്നെ ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ നല്ല നല്ല ബുക്സ് വായിക്കണം, അതായത് ബുക്സ് വായിക്കണം. പിന്നെ കൂടുതലും നമ്മൾ നല്ല മ്യൂസിക്കില്ലേ, അതായത് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മുടെ മൈൻഡ് റിഫ്രഷിങ് ആവുന്ന ടൈപ്പിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ റിഫ്രഷിങ് ആയിക്കോളും കേട്ടോ. മെയിനായിട്ട് നമ്മൾ നല്ല നീറ്റായിട്ടിരിക്കുക കർക്കിടക മാസത്തിൽ. അതായത് കുളിച്ച് വൃത്തിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച്, അതായത് പുതിയ ഡ്രസ്സ് ധരിക്കണം എന്നല്ല പറഞ്ഞത്, വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് നമ്മൾ കുറച്ച് അതായത് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആയുർവേദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് ഒരുപാട് നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് മഞ്ഞളൊക്കെ അരച്ച് മുഖത്തൊക്കെ തേക്കുന്നത് നല്ലതാണ് കേട്ടോ കർക്കിടക മാസത്തിൽ. പിന്നെ മഞ്ഞളിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ മറ്റേ കടലമാവില്ലേ, കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക, കുറച്ച് കടലമാവും കുറച്ച് തൈരും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. സ്കിൻ നല്ല ഗ്ലോയിങ് ആകും കേട്ടോ. എൻ്റെ റെമഡിയാണ്, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ തൈര് തേക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈരിന് പകരം ഹണി തേച്ചാലും മതി. അപ്പം ജസ്റ്റ് ഒന്ന് പാസ്റ്റ് സ്റ്റെപ്പിന് കയ്യെ തേക്കുക, അതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടും കേട്ടോ. അപ്പം അലർജി ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പം അങ്ങനത്തെ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള പാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക, സ്കിൻ കെയർ ഒക്കെ ചെയ്യുക കേട്ടോ. നമുക്കെപ്പോഴും നമ്മുടെ മൈൻഡ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. എനിക്കിഷ്ടം ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ആ പ്രഗ്നൻസി സമയത്ത് വീട്ടിലിരിക്കുമായിരുന്നല്ലോ, അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മെയിനായിട്ടും. അതുപോലെ എല്ലാം ആയുർവേദം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കെമിക്കൽ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പം എണ്ണ തേച്ച് കുളിക്കുക, അതുപോലെ തന്നെ മെയിനായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റുന്നവരാണ് ഈ കർക്കിടക മാസം മുഴുവൻ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നവരും പള്ളിയിൽ പോകുന്നവരും ഒക്കെ ആണെങ്കിൽ അവരവർ ആരാധിക്കുന്ന ദൈവങ്ങളെ നന്നായിട്ട് മുറുകെ പിടിക്കുക, നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം പ്രാർത്ഥന ഭയങ്കര ഒരു റെമഡി കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ആയുർവേദത്തിലേക്ക് നിങ്ങൾ ആയുർവേദത്തിൻ്റെ മരുന്നുകളൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കർക്കിടക കഞ്ഞി, അത് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ്, ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഇന്നത്തെ ജനറേഷന്. കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യം, അവരൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ടും. ഇപ്പോഴാണെങ്കിൽ ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 30 ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്തൊക്കെ ഭയങ്കരമായിട്ട് വീക്കാകും. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഫോളോ ചെയ്യാറൊന്നുമില്ല. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വേറെ, ഇപ്പോഴത്തെ ജീവിത രീതി വേറെ, ഒക്കെ എല്ലാം വേറെയാണ്.
അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പം എനിക്ക് പിന്നെ കുറച്ച് ഇഷ്ടമാണ് ട്രഡീഷൻ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, മാക്സിമം ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് എന്തായാലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഹെൽത്തിനൊക്കെ. പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ നല്ല പോസിറ്റീവായിരുന്നു. കാരണം എനിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ടായിരിക്കും ഒരുപക്ഷെ എനിക്ക് കിട്ടിയത്. അപ്പം ഞാനന്ന് കർക്കിടകത്തിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. നിങ്ങൾക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കാൻ പറ്റും കർക്കിടക മാസത്തിൽ കേട്ടോ. അപ്പോൾ രാമായണമൊക്കെ വായിച്ച് ഈ പറഞ്ഞ പോലെ ആയുർവേദമൊക്കെ ഫോളോ ചെയ്തിട്ട് കർക്കിടകക്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കും കേട്ടോ. കാമായിട്ടിരിക്കുക, ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഈ കർക്കിടക മാസം നോൺ വെജ് ഒക്കെ ഒഴിവാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, കൂട്ടുന്നുണ്ട്. ഇപ്പം ചിലവർ നോൺ വെജ് ഒക്കെ ഒഴിവാക്കിയിട്ടാണല്ലോ രാമായണമൊക്കെ വായിക്കുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഈ പറയുന്നത് ഓരോ ഇത് ബേസ് ചെയ്തല്ല. അപ്പം രാമായണം വായിക്കുന്നവർ അത് വായിക്കുക, ഓരോരോ അവരവരുടെ ഇതായ വിശ്വാസം അനുസരിച്ചുള്ളത് വായിക്കുക കേട്ടോ. ബൈബിളാണ് ബൈബിൾ വായിക്കുക. നിങ്ങൾക്ക് എന്താണോ പോസിറ്റിവിറ്റി കിട്ടുന്നത് അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. അത് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ വക കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഈ മന്ത്, അതായത് ഈ കർക്കിടക മന്ത് നിങ്ങളുടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, മറക്കരുത് കേട്ടോ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്താണ് നിങ്ങളിലേക്ക്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ല. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. ബൈ, ടേക്ക് കെയർ.